ഹായ് എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. കമൻറ്റ്സ് ഇട്ടവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ ഒരു മിനിറ്റ്, ഇന്നലെ ഒരു കമൻറ്റ്, ഞാൻ ഈ ടൈലിൻ്റെ കാര്യം പറയാൻ ഒരു കമൻറ്റ് വന്നായിരുന്നു. ടൈലിട്ടിട്ട് രാവിലെയും വൈകിട്ടും 3-4 ദിവസം വെള്ളം ഒഴിക്കണം. അതവർ പറഞ്ഞു തന്നില്ലേ. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണം. അത് സിമെൻറ്റ് ശരിക്ക് പിടിച്ച് കാണത്തില്ലെന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. നമ്മളിവിടെ താമസം ഇല്ലായിരുന്നു. നമ്മൾ ഇവിടുന്ന് കുറേ ദൂരമുണ്ട് നമ്മൾ താമസിച്ചെടുത്ത്. പിന്നെ ഇവിടെ പണിക്കാരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അപ്പോൾ അല്ലെങ്കിലും അവരങ്ങനെ ചെയ്തോന്ന് നമുക്കറിയത്തില്ല. വെള്ളമൊക്കെ ഒഴിച്ചോന്ന് നമ്മളിടയ്ക്ക് വന്ന് നോക്കത്തേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇട്ടിട്ട് പോയവരും അവർ 2 ഇട്ടാലും മൊത്തത്തിൽ ഇളക്കിയല്ലേ ചെയ്തത്. അവരും വെള്ളം ഒഴിക്കണമെന്നോ അങ്ങനെയൊന്നും അവരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. 2 കൂട്ടരും വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല നമ്മളോട്. അല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലായിരുന്നു താനുമല്ലോ. അതൊക്കെ ഈ പണിക്കാരല്ലേ അതൊക്കെ ചെയ്യേണ്ടതും. ചെയ്യുവാണെങ്കിൽ അവർ ചെയ്തോ നമുക്കറിയത്തില്ല. പിന്നെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഇതൊക്കെ വാർക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ടൈലിൻ്റെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇനി അവർ ഒട്ടും നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ റിൻറ്റു പറഞ്ഞായിരുന്നു, ചേച്ചി എന്താ വിളിച്ചൊന്ന് അവരെ വഴക്ക് പറയാഞ്ഞേ. ഇപ്പോൾ 2 ആണുങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വിളിച്ച് അങ്ങാരോട് സംസാരിക്കുന്നത് ശരിയല്ലല്ലേ. അതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു അങ്ങാരോട് പറയണമായിരുന്നു. പുള്ളി പറഞ്ഞല്ലേ, ഞാനെല്ലാം നോക്കിക്കോളാം, നിങ്ങളൊരു ടെൻഷൻ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം പോലും ആവുന്നതിന് മുമ്പിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ടൈൽ ഇളകിയതും പോട്ടെ, അത് പൊട്ടി ചെറുക്കൻ്റെ കാലേലും കയറിയില്ല. എന്നിട്ട് പോലും അയാൾ എന്നാ വന്നൊരു നല്ല വാക്ക് പോലും പറയുന്നില്ല. ആദ്യം ഒന്ന് അല്ലെങ്കിൽ ഒരു 5 വർഷമെങ്കിലും കഴിഞ്ഞെങ്കിൽ പോട്ടെ നമുക്ക് പറയാം. എന്നാൽ നമ്മൾ ഈ ഫർണിച്ചറുകൾ ഇട്ട് നിരക്കുകയോ അങ്ങനെ പോലും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ ഹോളിലത്തെ ഒന്ന് വന്ന് ചെയ്ത് അത് അയാളുടെ കൂലി വാങ്ങിച്ചിട്ട് അയാൾ പോവുകയും ചെയ്ത്. അയാൾ ഫ്രീയിലും വന്ന് ചെയ്തില്ല. നമ്മുടെ ടൈൽ ഇരിപ്പുണ്ടായിരുന്നു, എക്സ്ട്രാ ടൈൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഇളക്കിയിടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിളിച്ചിട്ട് ഒരു നല്ല വാക്കേലും പറയാമല്ലേ, എനിക്ക് ഒത്തിരി സമയമുണ്ട്, ഞാൻ വരാം. അതുപോലും ചെയ്യാതെ ഇങ്ങനെ ഫോൺ റീച്ചാൻ സംസാരിച്ചു. എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ പണിയാ, 10-15 ദിവസം കഴിയുമെന്ന് നോക്കാനെന്നൊക്കെ പറഞ്ഞോണ്ടേ റീച്ച ഒന്നും മിണ്ടിയില്ല. പിന്നെ ഡാണി ഒന്ന് വിളിച്ച് ദേഷ്യപ്പെട്ട്. എന്നാലേലും അയാളൊന്ന് വന്ന് ഞാൻ വരാന്നേലും പറയണ്ടേ. അയാൾ മറുപടി പോലും പറയാതെ ഫോൺ ഓണാക്കി വെച്ചോണ്ട് അയാൾ ഇങ്ങനെ കുത്തിയിരിക്കുക. അയാളുടെ അവിടുന്ന് ഒരു മറുപടിയും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോണോട്ട് കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ ഓരോരുത്തർ ചെയ്യേണ്ടത്? അത് 1-2 രൂപയാണോ, 19,000 രൂപ ചിലവാക്കി നമ്മൾ ഇട്ടതാണ്. അവർ ചെയ്യുന്ന ജോലിയോട് അവർക്ക് ആത്മാർത്ഥത വേണ്ടേ? മറ്റുള്ളവരെ വക്രിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ? പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ നോക്കണേ. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ഉത്തപ്പം പോലെ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്നത്തെ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കി തന്നു. പ്രൈസിന് ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസിന് തീരെ വയ്യ. ഇന്ന് കൊണ്ടുപോയി രാവിലെ എക്സാം എഴുതിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഈ വീഡിയോ നേരത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അവന് വയ്യാനും ടീച്ചർക്ക് മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞ് ഒരു 11:45 കൊണ്ടുപോയിട്ട് പിന്നെ എക്സാം എഴുതിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. പ്രൈസമ്മോൻ ഇനി വന്നേ. അഖിലച്ചാച്ചൻ കുറേ ദിവസം കൊണ്ട് പറഞ്ഞു പ്രൈസമ്മോൻ ഒരു ചക്കരയുമ്മ കൊടുത്തില്ലല്ലോ എന്ന്. വാ, എങ്ങനുണ്ട് മോന്? ഇങ്ങോട്ട് വെക്കാം. നല്ലതാ, പനിയൊക്കെ കുറഞ്ഞ്. അഖിലച്ചാച്ച ചക്കരയുമ്മാന്നൊന്ന് പറഞ്ഞേരെ. പറ അഖിലച്ചാച്ചൻ പറ. മോനൊരു ചക്കരയുമ്മ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അഖിലച്ചാച്ച ചക്കരയുമ്മ എന്ന് പറ. അയ്യോ, എന്നാ പോയിക്കോ.
നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് റവ എടുക്കാം, അതനുസരിച്ച് തൈരും ചേർക്കണേ. ഞാനിപ്പോൾ 1 കപ്പ് റവയ്ക്ക് ഒരു 3/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് പുളി കാണരുത് തൈരിന് കേട്ടോ. അപ്പോൾ ആ തൈരൂട് ഇതിലിട്ടിട്ട് നന്നായി ഒരു 5 മിനിറ്റോളം നമുക്ക് ഈ തൈരും നന്നായി ഒന്ന് ഉടയണം. റവയുമായിട്ട് നന്നായി മിക്സ് ചെയ്യത്തക്ക വിധത്തിൽ നന്നായി ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ ഈ വിസ്കും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 കപ്പിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി അങ്ങ് വലിയതല്ല ഉണ്ടാക്കിയത്, ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലുള്ള ഒരു 10-12 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. ഇത് ഞാനൊന്ന് ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്യണം. അത് നന്നായി ഒന്ന് സോഫ്റ്റ് ആകണം. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു ഇച്ചിരി ഒത്തിരി ഇതങ്ങ് ലൂസാകരുത്, ഇത്തിരി തിക്ക് ബാറ്ററാണ് നമുക്കിത് വേണ്ടിയത്. അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഞാൻ 1-2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം വെജിറ്റബിൾസ് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നോ അതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും ഇതേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനായിട്ട് വേറെ വെജിറ്റബിൾസൊക്കെ പിന്നെ കാബേജ് ഇതൊക്കെ ഉപയോഗിക്കുമെങ്കിൽ ഇതൊക്കെ ചേർക്കാം, ബീൻസ് ഇതൊക്കെ ചേർക്കാം കേട്ടോ. നല്ലൊരു കൈപ്പിടി ഞാൻ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. കാരണം ഇതിനകത്ത് നല്ല വെജിറ്റബിൾസൊക്കെ ചേരുന്നുണ്ടല്ലോ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാത്തവരും ഇത് കഴിക്കും. ഇത് കുക്കാവുന്നുണ്ടേ നല്ലതാണ്. ഇതിൻ്റെ അകത്തിരുന്ന് കുക്കാവുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടും. അപ്പോൾ നന്നായി ഞാനിതൊന്ന് ഈ വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഞാൻ പിള്ളേർക്ക് ആയതുകൊണ്ട് പച്ചമുളക് കൊടുക്കുന്നില്ല, ഇട്ടിട്ടില്ല. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. ഞാൻ ഇച്ചിരി കറിവേപ്പില ചേർത്തത്. ഇതിന് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. മല്ലിയില താല്പര്യമുള്ളവർക്ക് മല്ലിയില ചേർത്താലും ഒന്നുകൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ആ സോഡയുടെ മുകളിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഇനോ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇനോ ചേർക്കാം. ആ ഇനോയുടെ മുകളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാനേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ എണ്ണയോ നെയ്യോ എന്ത് വേണേലും ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരിയും കടുക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടി അതിൻ്റെ മുകളിൽ ഈ മാവ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പില വേണമെങ്കിൽ അതുകൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്ത് അടുപ്പത്ത് ചായ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി അങ്ങ് വലിയ ഉത്തപ്പമല്ല ഉണ്ടാക്കുന്നത്, ചെറിയ. അപ്പോൾ അതനുസരിച്ച് ബാറ്റർ ഞാൻ പറഞ്ഞില്ല ഇത്തിരി തിക്കായിരിക്കണം, ഒത്തിരി ലൂസായിരിക്കലേ. ഈ ബാറ്റർ ഒരു ഇച്ചിരി ഒന്ന് ലൂസായിപ്പോയി. അത്രയും ലൂസാവണ്ട, തിക്കാവുമ്പോൾ അത് അവിടെ തന്നെ അങ്ങ് തങ്ങി നിൽക്കും. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി ഇതങ്ങ് പരത്തുകയും ചെയ്തരുത്. ഒരിത്തിരി തിക്കായിട്ടുള്ള മാവ് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് തീ കുറഞ്ഞിരിക്കണം, കാരണം റവ ആയതുകൊണ്ട് അതൊന്ന് വേവുമൊക്കെ വേണ്ടേ, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ബാക്കി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടുമ്പം ആ പച്ചപ്പോടിട്ടാലും കുഴപ്പമില്ല. ഞാനൊന്ന് അടച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ അതൊന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ഈ മുകളിൽ ഇങ്ങനെ വെജിറ്റബിൾസ് കാണാൻ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ചോദിക്കും വെജിറ്റബിൾസ് ഇട്ടോ, കാരണം മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഗ്രീനും ഓറഞ്ചും ഒക്കെ ആകുമ്പോൾ നല്ലൊരു രസമുണ്ട്. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. അഥവാ ഓയിലെങ്ങാണോ ഇല്ല എങ്കിൽ ഇച്ചിരി മുകളിലോട്ട് ഇത്തിരി ഓയിലോ നെയ്യോ എങ്ങാണോ ഒന്ന് നമ്മുടെ ആ ബ്രഷും കൊണ്ടൊന്ന് ഇത്തിരി ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൂടെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പുറത്തെ സൈഡിലും ഒരു പാൻ വെച്ചിട്ട് അതിൽ ഒരെണ്ണേ ഉണ്ടാക്കാക്കത്തുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ, അഥവാ അടിക്ക് പിടിക്കുന്നെങ്കിൽ തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതൊന്ന് മറിച്ചിടുന്നുണ്ട്. നമ്മൾ ആ സോഡാപ്പൊടി ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റും ആയിരുന്നു. വേറൊരു കൂട്ടാനും വേണ്ട, അങ്ങനെയും നമുക്ക് കഴിക്കാം. പിള്ളേരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കഴിക്കും. അപ്പോൾ ഞാൻ അപ്പുറത്തും ഇതുപോലെ അടച്ചുണ്ടാക്കുന്നുണ്ട്.
നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ വെജിറ്റബിൾസൊക്കെ തലേന്നേ അരിഞ്ഞ് വെച്ചേ. അതുകൊണ്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് അങ്ങ് ഇത് മിക്സ് ചെയ്തിട്ട് ഇട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അപ്പം ഞാൻ റവയും കൊണ്ട് ഉണ്ടാക്കിയത് അത്ര അല്ല ഉള്ളായിരുന്നു. ഇതിപ്പം ഇച്ചിരി ദോശമാവ് ഉണ്ടായിരുന്നു, അതും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ടേസ്റ്റിൽ ഇതിനേക്കായി നല്ലത്, ഇതിത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കുമായിരുന്നു, ഇതിനേക്കായി നല്ലത് റവയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. കാരണം അതാവുമ്പം നല്ല മുരിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു അതിന്. പോളിനും റേച്ചാനും എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. അവർക്കെല്ലാം അത് കൊടുത്തു. എനിക്ക് പിന്നെ ഇച്ചിരി ടേസ്റ്റിന് തന്നായിരുന്നു. പിന്നെ ഇതിൽ നിന്നും കൊടുത്തു. കൊച്ചിനും ടിഫിൻ കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കൊച്ചൊരുങ്ങിയിട്ട് പിന്നെ അവനിവിടെ അവൻ്റെ കലാപരിപാടികളാണ്. രാവിലെ കുറച്ച് നേരം അവൻ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രോയിങ്ങും ചെയ്തൊക്കെ ഇരിക്കും. അപ്പോൾ കൊച്ചിനെ കൊണ്ടുവിടാൻ എനിക്കിനി ഒന്ന് തയ്യാറാവണം. അങ്ങനെ ഞാൻ പോയിന്ന് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചിനെ ഇനിയും കൊണ്ടുവിട്ടിട്ട് വരട്ടെ. എന്തോ പറ്റി? നമ്മുടെ അല്ലേ ഇത്? ആണല്ലോ. ഈ പ്രൈസമ്മോനെ കൊണ്ടുവിടാൻ പോവാ. പ്രൈസമ്മോനെ ഇന്നെന്തോ എക്സാം? ഹിന്ദിയെ. നമുക്കിനി പോയിട്ട് വരാം. അവനെ കൊണ്ടുവിട്ടിട്ട് വന്നു. കുറച്ച് പാത്രങ്ങളുണ്ട്, കുറച്ച് കഴുകി വെച്ചിട്ടാണ് പോയാൽ. കുറച്ച് 3-4 കൂടെ ഉണ്ട്. മീൻ ഓർഡർ ചെയ്തായിരുന്നു, മീൻ വന്നു. തോരൻ വെക്കണം. പാലിൻ്റെ കളറാണ് ഉണങ്ങ. ദാഹിച്ചു. വെള്ളം തിളപ്പിക്കണം ഇനി. കഴിഞ്ഞ ദിവസം മീൻ മാർക്കറ്റിൽ പോകണേ അവിടുത്തെ ലേഡിമാർ പറഞ്ഞു മീനൊന്നുമില്ല അവിടെ. മീനെല്ലാം ഇങ്ങനെ ഈ ബോട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്ന വഴിക്ക് ബോട്ടാണോ എന്തോ ചരിഞ്ഞ് മീനെല്ലാം പോയെന്ന് പറയുന്നു. അതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല. മീൻ വെട്ടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഇങ്ങനെ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ അച്ചാറിടാൻ വാങ്ങിക്കത്തില്ലേ ഒരു പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ഈ വണ്ടിക്കകത്ത് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ വെച്ചിട്ട് അവരുടെ വീടിൻ്റെ അവിടെ തന്നെ വെക്കുന്നതാണ്. അപ്പം പുള്ളിയുടെ ഇത്തിരി വില കൂടി. ഇപ്പോഴത്തെ ഇത് വെച്ച് കുഴപ്പമില്ല തോന്നുന്നു. കിലോ 300 രൂപ. അപ്പം ഇന്നാളി വാങ്ങിച്ചതിന് അത്ര ടേസ്റ്റ് ഇതും ഞാൻ ചിന്തിച്ചു അങ്ങനെ. പക്ഷേ ഇതിന് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ വാങ്ങിച്ചു. അവരിങ്ങനെ ഇന്നാളി ഇങ്ങനെ അല്ലായിരുന്നു തല വെട്ടിക്കൊണ്ട് വന്നേ. ആ കണ്ണിനവിടെ എല്ലാം അങ്ങ് വെട്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഈ തലയും ഇത്തിരി വാലൊക്കെ എടുത്തൊന്ന് വറക്കാനെടുത്ത് വെക്കാമെന്ന് വെച്ചു. പക്ഷേ നോക്കിയുണ്ടേ എല്ലാത്തിനും അങ്ങ് പരിഞ്ഞിലില്ലായിരുന്നു. ഇങ്ങനെ ചിലതിൽ ഇങ്ങനെ പരിഞ്ഞിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് അവർ വെട്ടിയെങ്കിലും ഇച്ചിരി ആ പുറകുവശത്തൊക്കെ ഉണ്ട് ചിറകൊക്കെ. അതൊക്കെ ഒന്ന് വെട്ടി ആ ചെതുമ്പലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അതൊന്ന് മീനൊന്ന് വെട്ടി കഴുകിയെടുക്കട്ടെ. അപ്പോൾ തോരൻ വെക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട ഒരു തോരനാണ്. അപ്പം ഞാനത് ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നേ. അപ്പം രാവിലെ അത് കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം കാണത്തില്ല. അപ്പം അതൊന്ന് ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ തേങ്ങ അങ്ങ് തിരുമ്മി വെക്കും. സമയം കിട്ടത്തില്ല ഇല്ല എങ്കിലേ നമ്മൾ അന്നേരം തന്നെ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ കുറേശ്ശെ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാം. അപ്പം ഞാൻ സവാളയും തേങ്ങയും മഞ്ഞപ്പൊടിയും എല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആ ചീനച്ചട്ടി ഉണ്ടല്ലോ, ഇച്ചിരി ഒന്ന് ആ തേങ്ങയൊക്കെ വഴറ്റിയപ്പോഴേ ഇത്തിരി ഒന്ന് ചീനച്ചട്ടി ഒന്ന് അതൊന്ന് മൂത്ത് അടുക്കി പിടിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാനൊരു ഇച്ചിരി അതൊന്ന് മാറാൻ വേണ്ടി ഒരു സ്വല്പം വെള്ളം ഒഴിച്ച്. അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വേകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ചിലപ്പോൾ ഈ സമയത്ത് ചേർക്കും, ചിലപ്പം ലാസ്റ്റിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഒരു നുള്ള് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും.
അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഞാൻ ഇച്ചിരി കുരുമുളകും ഇച്ചിരി ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് ഒന്നുകൂടെ ഒന്ന് വെച്ചേക്കട്ടെ. വേണമെങ്കിൽ ലാസ്റ്റിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ മീൻ കറിക്കുള്ളത് തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് മുളക് പൊടിയെല്ലാം ഞാൻ ചേർത്തായിരുന്നു. ഇനിയും മീനൂടെ പറക്കിയിട്ട് കൊടുക്കട്ടെ. പക്ഷേ ഇപ്പം കുറേ നാളായില്ലേ മീനൊക്കെ കൂട്ടിട്ട്. സാധാരണ പ്രൈസമ്മോൻ അങ്ങനെ മീൻ കഴിക്കാറ് ഈ മുള്ളു പേടിച്ച്. അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ മീൻ അവൻ്റെ വയറ്റിൽ ചെല്ലട്ടെന്നും പറഞ്ഞ് ഇച്ചിരി വാരി കൊടുക്കുകയാണെങ്കിലും 1-2 പ്രാവശ്യം ഇങ്ങനെ ഉരുളയിൽ കഴിക്കും. പിന്നെ പറയും എനിക്ക് വേണ്ടാന്ന്. പക്ഷേ ഇപ്രാവശ്യം മീൻ ചാറ് മാത്രം ഞാൻ കൊടുത്തത്. എൻ്റെ അടുത്ത് പറഞ്ഞ് മീൻ പീസ് കൂടെ വേണമെന്ന്. അപ്പോൾ അവന് ഞാൻ നേരെ കൊടുത്തത് ഇതിൻ്റെ വാല് ഞാൻ ഒരു 3-4 ഞാൻ വറക്കാൻ എടുത്തു വെച്ചു. അതുകൊണ്ട് വാല് വശം ഒരെണ്ണം എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അവന് വാല് ആയിരുന്നു വേണ്ടിയത്. കാരണം അവിടെ ആകുമ്പോൾ മുള്ളധികം ഇല്ലാതെ എടുക്കാമല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ കഷണം കൊടുത്തോണ്ട് അവൻ പറഞ്ഞു എന്നാൽ മമ്മി എനിക്ക് എടുത്തതാന്ന് പറഞ്ഞു. അപ്പം മീൻകറിയൊക്കെ ഇവിടെ ഇപ്പോൾ റെഡിയായി. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. മോരുകറി ഇന്നലത്തെ പയറുതോരനും ഉണ്ടായിരുന്നു. ഈ മീൻകറിയും പയറുതോരനും ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഉള്ള തോരൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.